world.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ ഫസ്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്ലോ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഏറ്റവും മുകളിൽ 4 കാര്യങ്ങളുണ്ട്: മൈ അക്കൗണ്ട്, വിഷ് ലിസ്റ്റ്, ഷോപ്പിംഗ് കാർട്ട്, ചെക്കൗട്ട്. അതിൽ മൈ അക്കൗണ്ടിൽ ഫസ്റ്റ് ടച്ച് ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ആൻഡ് ലോഗിൻ വരും. ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോർമൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമ്മുടെ യൂസർ ID നമുക്കറിയാം, കമ്പനി എന്നുള്ള MW നമുക്ക് തന്നിട്ടുള്ളൊരു ID ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ പാസ്വേഡ് നമുക്ക് തന്ന പാസ്വേഡ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ലോഗിൻ കൊടുക്കാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മൈ അക്കൗണ്ട്, നമ്മുടെ യൂസർ ID കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണാം. അപ്പോൾ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രജിസ്റ്റർ ന്യൂ മെമ്പർ, മൈ ബാക്ക് ഓഫീസ്, ഓൾഡ് ഹിസ്റ്ററി, ലോഗ് ഔട്ട്. ഇതിൽ മൈ ബാക്ക് ഓഫീസിൽ ടച്ച് ചെയ്യാം. നെറ്റ് സ്ലോ ഉണ്ടാകും കേട്ടോ. ഇനി ഇത് ഡാഷ്ബോർഡ്. ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ ഈ കാണുന്ന 300 പേ ഔട്ടാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ളൊരു ക്യാഷാണ്. നമ്മുടെ ഇത് വാലറ്റ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആൾറെഡി ഇത് പേ ഔട്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലേക്ക് മാറും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ 2 ചിഹ്നങ്ങൾ, സെറ്റിങ്സ് ഒരു 4 വരയുള്ള ചിഹ്നം കാണുന്നില്ലേ? അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യും. 4 വരയിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുന്നില്ലേ? അതിൽ ഫസ്റ്റ് ഡാഷ്ബോർഡ്, സെക്കൻഡ് ഡൗൺ ലൈൻസ്. നമ്മൾ ഡൗൺ ലൈൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അതിൽ ജീനിയോളജി എടുക്കുക. ജീനിയോളജി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രീ വരും. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ ഇതിനോട് ടച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാരെ പേരിലാണെങ്കിൽ നമുക്ക് ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യാം. കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നയാളുടെ പേര്, യൂസർ ID ഒക്കെ വരും. ഇനി ഇതിലാണ് നമ്മുടെ വരുമാനങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് ഫസ്റ്റ് കാണുന്നില്ലേ? അതിൽ ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ രജിസ്ട്രേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ പോയിൻ്റായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ബൈനറി ന്യൂ രജിസ്ട്രേഷൻ പ്ലാനിൽ വരുമ്പോഴാണ് ഇതിൽ ലെഫ്റ്റ് റൈറ്റും പോയിൻ്റുകൾ കൂടി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ലെഫ്റ്റ് ക്യാരി, റൈറ്റ് ക്യാരി കഴിഞ്ഞതിന് ശേഷം റീപർച്ചേസ് ലെഫ്റ്റ്, റീപർച്ചേസ് റൈറ്റ്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കി 250 വന്നിട്ടുണ്ടോ? ഇതാണ് നമ്മളെ താഴെ നടക്കുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്ന റീപർച്ചേസ് പോയിൻറ്റുകൾ കൂടി വരുന്ന സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇത് മാച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ 250 മാച്ച് ചെയ്തത്. അതിൻ്റെ 10% എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് 10% എന്ന് പറഞ്ഞാൽ 25 രൂപയാണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും. അതായത് ഇത് പോയിൻ്റാണ് കേട്ടോ, ഇത് എമൗണ്ട് അല്ല, ഇത് പോയിൻ്റാണ്. ഓരോ പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്ത് വന്നിട്ടുള്ള പോയിൻ്റാണ് 250. ഇത് 250 റൈറ്റും ലെഫ്റ്റും മാച്ച് ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സൈഡിൽ 250, ഒരു സൈഡിൽ 100 ആണെങ്കിൽ ആ 100 മാച്ച് ചെയ്യും. ബാക്കി 150 റീപർച്ചേസ് ലെഫ്റ്റ് ക്യാരി ആയിട്ട് നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അതാണ് ഇവിടെ ക്യാരി എന്ന നേരത്തെ ആയുള്ള ഓപ്ഷൻ കേട്ടോ. പിന്നെ പേഴ്സണൽ BV, നമ്മൾ പേഴ്സണൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ പേഴ്സണൽ BV എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലേ? ഇതൊക്കെയാണ് പേഴ്സണൽ BV. ഇതിലാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ നമുക്ക് വരുമാനം കണ്ടുപിടിക്കുന്ന ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീപർച്ചേസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് റീപർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ റൈറ്റ് ലെഫ്റ്റ് ഇതിൽ എത്ര പോയിൻ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 25 രൂപ. ഇതാണ് സിസ്റ്റം വരിക കേട്ടോ. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഒരു പുതിയ എൻട്രി വയ്ക്കുക? ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റൈറ്റ് ലെഫ്റ്റ് ആളുകൾ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ നമുക്കൊരു എൻട്രി അടിക്കണം. പുതിയൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീമിൽ ഈ മഞ്ജു എന്ന് പറഞ്ഞ ഇയാളാണ് കൊണ്ടുവന്നുള്ള പുതിയ എൻട്രി. അപ്പോൾ നമുക്ക് എൻട്രി വെക്കേണ്ടത് ഇവിടെ ഓപ്ഷൻ കണ്ടോ, ആഡ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ? 2 നീല. ഇതാണ് ബ്ലാങ്ക് ഉള്ളത് കേട്ടോ. ഇത് ആൾറെഡി യൂസർ ID ഇവനെ കാണുന്നതൊക്കെ ആൾറെഡി ഫുള്ളായതാവും. നമ്മുടെ റൈറ്റും ലെഫ്റ്റുള്ള ആളുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ ഈ ഹെഡിൽ, ഇതാണ് ഹെഡ്. ഇതുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആളുടെ ഡീറ്റെയിൽ മൊത്തം കിട്ടും. ഇനി അതുപോലെ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൗൺ ലൈനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും ബോട്ടം ലെവലിലേക്ക് നമുക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തുള്ള ഏറ്റവും ID ഇല്ലേ, അതായത് ഇപ്പോൾ ഏറ്റവും താഴത്തുള്ള 2,186,400 ഇതിൽ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ആളുകളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ആളുകൾ താഴെ വീഴും. ഇനി അതെല്ലാം ഇവരൊക്കെ യൂസർ ID ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ യൂസർ ID MW ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ പോകുന്ന ആളുകൾ അങ്ങനെ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആളിലേക്ക് പെട്ടെന്ന് എത്തും. കണ്ടോ? അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത യൂസർ ID ആണത്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ജീനിയോളജി നോക്കുന്ന സിസ്റ്റം കേട്ടോ.